സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എനിക്കറിയാം ഗൈസ്, നിങ്ങൾ ഷെയ്ഡ് ചെയ്യും, ബട്ട് അത് റിയലിസ്റ്റിക് ആകത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്മൂത്ത് ഷെയ്ഡിങ് വേണം, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ റിസൾട്ട് കൊണ്ടുവരാമെന്ന്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലെറ്റ് മീ ടെൽ യു വൺ തിങ്. നിങ്ങൾക്ക് ഇതേപോലത്തെ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോ കാണാവുന്നതാണ്. ഇതിൽ ഞാൻ പ്രോ ടെക്നിക്കെല്ലാം യൂസ് ചെയ്ത് സിമ്പിൾ വേയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഈ ഭാഗങ്ങളാണ്, ഈ ആംസ് ഒക്കെയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ താഴോട്ട് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. റെഫറൻസിൽ ഡാർക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചാർക്കോളിൻ്റെ ഈ രണ്ട് പെൻസിലാണ്. ഒന്ന് നമ്മുടെ ഈ മീഡിയം പെൻസിൽ, പിന്നെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ. കൂടാതെ വലിയ ഏരിയസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ചാർക്കോൾ സ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 10B, 8B കൂടാതെ 6B എന്ന പെൻസിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡിങ് സ്റ്റമ്പും പിന്നെ ബ്രഷസും. റെഫറൻസിൽ ഹൈലൈറ്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ 4 താരങ്ങളെയാണ്: നീഡബിൾ ഇറേസർ, മോണോസിർ ഇറേസർ, ജെൽ പെൻ, പിന്നെ ഇലക്ട്രിക് ഇറേസർ. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ആംസ് ആണ്. 4 ആമും ബൈസെപ്സും ആണ് നമ്മൾ ആദ്യമേ വരയ്ക്കുന്നത്. പിന്നെ അവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ വെച്ചാണ് നമ്മൾ താപ്പോട്ട് വരയ്ക്കുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ വെച്ച് നമ്മൾ ആദ്യമേ ഡാർക്ക് വാല്യൂസ് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ അടുത്തതൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാർക്കോളിൻ്റെ മേളിൽ ഒരു കാരണവശാലും ഗ്രാഫൈറ്റ് തെളിയത്തില്ല. അതേപോലെ തന്നെയാണ് ഗ്രാഫൈറ്റിൻ്റെ മേളിൽ ഒരു കാരണവശാലും ചാർക്കോൾ തെളിയത്തില്ല. സോ ആ ഒരു ഐഡിയ വെച്ച് വേണം നമ്മൾ ആദ്യമേ വരയ്ക്കാൻ. അതുകൊണ്ട് ചാർക്കോൾ വീഴുന്ന ഭാഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇതേപോലെ ഹ്യൂമൻ ഫിഗേഴ്സ് ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് വരയ്ക്കാൻ നേരത്ത് നിങ്ങൾ കഴിവത് ഇതേപോലത്തെ ടെക്സ്റ്റേഴ്സ് ഉള്ള പേപ്പർ എടുക്കണം. കാരണം നമ്മളെ ഫേസിലും ആംസിലൊക്കെ വരുന്ന ടെക്സ്റ്റേഴ്സ് നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതേസമയം നമ്മൾ എടുക്കുന്ന സ്മൂത്ത് സർഫസ് ഉള്ള പേപ്പർ ആണെങ്കിൽ ടെക്സ്റ്റേഴ്സ് വരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ ടെക്സ്റ്റേഴ്സ് ഉള്ള പേപ്പറാണ്. ബട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ആംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വരയ്ക്കണം. ഞാനിവിടെ ബ്ലെൻഡിങ് ചെയ്യേണ്ടടുത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബ്ലെൻഡിങ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ടെക്സ്റ്റേഴ്സ് ഇടുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ ആദ്യമേ ടെക്സ്റ്റേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് ആ ടെക്സ്റ്റേഴ്സ് മൊത്തം മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ടെക്സ്റ്റേഴ്സ് ഇടാവുള്ളൂ. ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാൻഡ് വെച്ചാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ ചാർക്കോൾ ഒന്നും കൈ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്മഡ്ജ് ആവത്തും ഇല്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേപോലത്തെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ പേപ്പർ യൂസ് ചെയ്താലും മതി. നമ്മുടെ റെഫറൻസിൽ സീബമിൻ്റെ 4 ആമിൽ ഇതേപോലെ കുറേ ഹൈലൈറ്റ് കാണാൻ പറ്റും. ഈ ഹൈലൈറ്റ്സ് ഒക്കെ നമ്മൾ ഏറ്റവും അവസാനമേ ചെയ്യുന്നുള്ളൂ. ഇത് പുള്ളി വെറുതെ കയ്യിലൊക്കെ ടാറ്റ് അടിച്ച് വെച്ചേക്കുക, വെറുതെ നമ്മളെയൊക്കെ മെനക്കെടുത്ത്. സോ നമ്മൾ ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഇവിടെ ചെയ്യാൻ പോവാണ്. വരയ്ക്കാൻ പറ്റുന്ന വെയിൻസ് ഒക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങ് വരച്ച് വിടുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് കൊടുക്കാൻ നേരത്ത് നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവാതിരിക്കും. സോ ഗൈസ്, നമ്മൾ തന്നെ ടോപ്പ് സൈഡ് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ആംസും ലെഗും കൂടെ ഉള്ളു വരയ്ക്കാൻ. സോ അതുകൂടെ വരച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. I don't know.
സോ ഗൈസ് നമുക്ക് ഇനി ലെഗും കൂടെ ഉള്ളൂ ഷെയ്ഡ് ചെയ്യാൻ. ലെഗും കൂടെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷെയ്ഡിങ് പരിപാടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. സോ അതുകൂടെ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. സോ ഗൈസ് ഫൈനലി നമ്മളെല്ലാം ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഹൈലൈറ്റ് കൊടുക്കണം. ഹൈലൈറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഹൈലൈറ്റും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. സോ ഗൈസ് നമുക്കിനി ഹൈലൈറ്റും കൂടെ കൊടുത്ത് ഇത് ഫിനിഷ് ചെയ്യാം. ഫൈനലി ഗൈസ് നമ്മളിവിടെ ഹൈലൈറ്റ് എല്ലാം കൊടുത്ത് നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തേക്ക് ഗൈസ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ പുതിയ വീഡിയോസ് ലഭിക്കണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ എല്ലാവർക്കും ബൈ.